എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരുപാട് സന്തോഷം അതുപോലെ തന്നെ നമുക്ക് കുറച്ച് സങ്കടമുള്ള ഒരു ദിവസമാണ്. നമ്മുടെ ഈ പശുവിനെ ഇന്ന് വേറൊരാൾക്ക് കൈമാറുന്നത് നമുക്ക് ഇതിനെ എല്ലാവിധ അസുഖങ്ങളും ഇതിന് ഉണ്ടായിരുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മളൊരു 80% മാറ്റിക്കഴിഞ്ഞിട്ടാണ് നമ്മളിതിനെ വേറൊരാൾക്ക് ഇന്ന് കൊടുത്തത്. ഇതിനകടിനുണ്ടായിരുന്ന നീര് നമുക്ക് പൂർണ്ണമായിട്ട് തന്നെ മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ ഇവൾക്ക് രാവിലെ 7 ലിറ്റർ പാലും വൈകുന്നേരം 4 ലിറ്റർ പാലും നമുക്ക് കിട്ടുന്നുണ്ട്. സാധാരണ നമ്മൾ എപ്പോഴും ഉച്ച കഴിഞ്ഞിട്ടുള്ള കറക്കാറില്ലായിരുന്നു, അത് കുട്ടിയെ കുടിപ്പിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു അളവറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കറന്ന് നോക്കിയത്. ശരിക്കും പറഞ്ഞാൽ ഈ പശുവിനെ നമ്മൾ നമ്മുടെ ഫാമിൽ തന്നെ നിർത്തണമെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷേ ഇപ്പം മഴയെല്ലാം മാറി വെയിലും കാര്യങ്ങളായി നമ്മുടെ സൈറ്റിലൊക്കെ പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് നമുക്ക് ഇവരുടെ കൂടെ ചിലവഴിക്കാൻ അധികം സമയം ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ ഇവരെ കൊടുക്കാമെന്ന് വിചാരിച്ചത്. അത് മാത്രമല്ല, ഇവൾ കുറച്ച് വലിയ ബ്രീഡും കാര്യങ്ങളും ആയതുകൊണ്ട് തന്നെ ഇവളുടെ കുട്ടിയെ കുറച്ച് ശ്രദ്ധ കൂടുതലാണ്. അങ്ങനെ ഇപ്പോൾ എല്ലാവരും പെട്ടെന്ന് പോയി ഇതിനടുത്തോട്ട് ചെല്ലുമ്പോൾ ഇവൾ അത്രയും അങ്ങോട്ട് സമ്മതിക്കില്ല. അതുപോലെ തന്നെ ഇവൾക്ക് കുറച്ച് ദേഷ്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ നോക്കുന്ന ഈ ചേട്ടന് ഇതിനടുത്തോട്ട് പോകാനും കാര്യങ്ങൾക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അത് തന്നെയാണ് അതിൻ്റെ ഒരു മെയിൻ കാരണം. നമ്മളിതിനെ കൊടുക്കാമെന്ന് വിചാരിക്കാൻ ഏറ്റവും ഒരു മെയിൻ കാരണം അത് തന്നെയാണ്. കറവയും കാര്യങ്ങളും എല്ലാം നമ്മൾ തന്നെ പോകണം. അപ്പം നമുക്ക് തന്നെ സമയപരിമിതിയും കാര്യങ്ങളും കൊണ്ട് നമുക്ക് നോക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് നമ്മൾ അവരെ കൊടുക്കാമെന്ന് തീരുമാനിച്ചത്. ഇപ്പോൾ ആ ചേട്ടൻ അതിനെ കൂളായിട്ട് കൊണ്ടുപോകുന്നുണ്ട്, ആരും തെറ്റിദ്ധരിച്ചേക്കരുത്. ഇങ്ങനെ കൊണ്ടുപോകുന്ന പോലെയല്ല. നമ്മൾ പശുവിനെ കറക്കാൻ നേരം ഇത് അങ്ങ് സമ്മതിക്കില്ല. ഇത് തൊഴിയും കാര്യങ്ങളുമൊക്കെ ഉണ്ടാകും. ഇങ്ങനെ നമുക്ക് എല്ലാവരെയും അടുത്തും അങ്ങനെ അടുപ്പിക്കില്ല. എന്തായാലും നമ്മൾ ഈ പശുവിനെ കൊടുത്തപ്പോൾ ഇതിന് കൃത്യമായ കാര്യങ്ങൾ, ഇതിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കൃത്യമായി പറഞ്ഞു തന്നെയാണ് നമ്മളിതിനെ കൊടുത്തത്. അതുപോലെ തന്നെ ഇതിനെ നല്ല രീതിക്ക് നോക്കാൻ പറ്റുന്ന ഒരാൾക്കാണ് നമ്മൾ ഈ പശുവിനെ കൊടുത്തത്. അതുപോലെ നിങ്ങളുടെ വീട്ടിലും എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുള്ള എന്തെങ്കിലും ഇങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനെയൊന്നും അറവുകാർക്ക് കൊടുക്കാതെ നല്ല വൃത്തിക്ക് നോക്കാൻ കഴിയുന്ന ആർക്കെങ്കിലും കൊടുക്കാൻ ശ്രദ്ധിക്കുക. പുതിയൊരു വീഡിയോയുമായി നമുക്കിനി വീണ്ടും കാണാം. ബൈ ബൈ.